മോട്ടോർ വാഹന വകുപ്പിന്റെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ പ്രവർത്തനം ഭാഗികമായി നിർത്താൻ നീക്കം. സംസ്ഥാന അതിർത്തികളിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ മുഴുവൻ സമയം പ്രവർത്തിക്കേണ്ടെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. ഫിറ്റ്നസ് പരിശോധനയ്ക്കും മറ്റു ജോലികൾക്കും വേണ്ടിയാണ് ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുന്നത്. സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സ്റ്റെഫിൻ, ഈ ഒരൊറ്റ കാരണം കൊണ്ടാണോ അതോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പാലക്കാട് ഉൾപ്പെടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ വലിയ രീതിയിലുള്ള പരിശോധനയുണ്ടായിരുന്നു, പണമൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള പല കാരണങ്ങളും ഇപ്പോഴുള്ള നടപടിയുടെ ഭാഗമായിട്ടുണ്ടോ? പൂജ, പ്രധാനമായും ആൾക്ഷാമം ഒരു വലിയ പ്രതിസന്ധിയാണ്. അതോടൊപ്പം തന്നെ ഈ ചെക്ക് പോസ്റ്റുകളിൽ നടക്കുന്ന വലിയ തോതിലുള്ള ഒരു അഴിമതി, കൈക്കൂലി തുടങ്ങിയ കാരണങ്ങളൊക്കെ ഇപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് നിർത്തുന്നതിന് വേണ്ടി കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ഈ കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തുമ്പോഴും ഈ ചെക്ക് പോസ്റ്റുകൾ നിർത്തുകയല്ല അതിന് പ്രധാനമായും ചെയ്യേണ്ടത്. പരിശോധനകൾ കൂടുതൽ കർശനമാക്കുകയും കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാക്കുകയുമാണ് വേണ്ടത്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ വിചിത്ര ഉത്തരവ്, ഇന്നാണ് ഉത്തരവിറങ്ങിയത്. ആ ഉത്തരവാണ് മാതൃഭൂമി ന്യൂസിൽ ലഭിച്ചിരിക്കുന്നത്. നികുതി നഷ്ടം സർക്കാരിന് ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഇത്. ഒരുപാട് കള്ളവണ്ടികൾ അല്ലെങ്കിൽ കള്ളക്കടത്തുകൾ നമ്പർ പ്ലേറ്റ് മാറ്റി ഒരുപക്ഷെ ചെക്ക് പോസ്റ്റുകളിൽ കൂടി വന്നാൽ പോലും അത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സംവിധാനമൊക്കെ ആയിരിക്കും ഇനി മാറുക. പ്രത്യേകിച്ചും രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ഇനി മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുക. അതിൽ 2 ഉദ്യോഗസ്ഥർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. കർശനമായ ഒരു പരിശോധനയൊക്കെ ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്ന് കണ്ടു തന്നെ അറിയണം. രാത്രി കാലത്താണ് ഏറ്റവും കൂടുതൽ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങൾ കടന്നു വരുന്നത്. ഒരുപക്ഷെ ഈ വാഹനങ്ങളൊക്കെ നമ്പർ പ്ലേറ്റ് മാറ്റിയോ അല്ലെങ്കിൽ മോഷ്ടിച്ച വാഹനങ്ങളോ ഒക്കെയായി കടന്നു വന്നു കഴിഞ്ഞാലും അത് കണ്ടുപിടിക്കാനുള്ള പരിശോധനാ സംവിധാനങ്ങൾ ഇല്ലാതെയാകുമെന്നുള്ളതാണ് രാത്രി ശരിയാണ് സ്റ്റെഫിൻ. ഈ തീരുമാനം കൊണ്ടുള്ള ഫലം എന്താകും എന്നിനി കാണേണ്ടത് തന്നെയാണ്. കെ സ്റ്റെഫിനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.